പക്ഷെ എന്നാലും പേഷ്യൻസ് പറയാനും ഡോക്ടർ സയറ്റിക്കയുടെ എല്ലാ സിംറ്റംസും ഇല്ല, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് സയറ്റിക്കാന്ന് പറയുന്നില്ല. അത് ഡോക്ടർക്ക് ഇനി അറിയാത്തതാണോ എന്ന്. കുറേ ഗേൾസും അതിൻ്റെ നടുക്കൊറ്റൊരാളും അനന്തു. കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന പ്രായമാകുമ്പോൾ കുറച്ച് എണ്ണയും വാങ്ങിയിട്ട് അല്ലെങ്കിൽ കുറച്ച് കഷായം കഴിക്കുക, കുറച്ച് അരിഷ്ടങ്ങൾ കഴിക്കുക, അതാണ് ആയുർവേദം എന്നാണ് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ. പേഷ്യൻറ്റ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, ഡോക്ടർ ഇത് കോൺസ്റ്റിപ്പേഷനുള്ള മരുന്നല്ലേ, എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിനി തെറ്റിപ്പോയി എഴുതിയതാണോ എന്ന് അറിയാൻ വേണ്ടി. ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സത്വ എന്ന് പറയാം. ആരാണ് ഏറ്റവും പങ്ക്ചർ? കാര്യം എന്താണെന്ന് വെച്ചാൽ വേദന കുറഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ ഡോക്ടറെ കാണുന്നത്? അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ കൂടുതൽ മരുന്ന് എഴുതും, ഇനിയും ട്രീറ്റ്മെൻറ്റ് എഴുതിയാലോ. ഇതെല്ലാം സമ്പാദിച്ചിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പകുതി പൈസയും പലരും ചിലവാക്കുന്നത്. കരുണ ആരാണ് കരുണ? ഞാനോ? പേഷ്യൻ്റ് ഫസ്റ്റ് ചെയ്യുന്നത് ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്യും. ഒരിക്കലും ആയുർവേദ മെഡിസിൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ഇത് കിട്ടണമെന്നില്ല. Once upon a chat. Two hearts, one soul. നമുക്കിന്ന് വൺസ് അപ്പോൺ ചാറ്റിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് ആയുർവേദ ഡോക്ടേഴ്സാണ്. അവർ കപ്പിൾസാണ്, പാർട്ട്നേഴ്സാണ്. ഡോക്ടർ അനന്തു സുനിൽ ആൻഡ് ഗൗരി രാജേന്ദ്രൻ. താങ്ക് യു ഫോർ കമ്മിങ് ടു വൺസ് അപ്പോൺ ചാറ്റ്. നമ്മുടെ ആദ്യത്തെ ചാറ്റ്, നിങ്ങൾ എങ്ങനെയാണ് ആയുർവേദത്തിലേക്ക് വന്നത്? ഒരു ചൈൽഡ്ഹുഡ് ഉള്ള ഒരു ഇഷ്ടമാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തതാണോ? എങ്ങനെയാണ് ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ നിങ്ങൾ ആയുർവേദത്തിലേക്ക് വന്നത്? എന്നെ സംബന്ധിച്ചത് വലിയൊരു കോയിൻസിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പലർക്കും കാണും എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തായി തീരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പം നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ചെറുപ്പത്തിൽ എന്താ ആയി തീരണം എന്നൊക്കെ. പക്ഷെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. NDAക്ക് പോകണം, NDA എക്സാം എഴുതിയിട്ട് ഡിഫൻസിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചാൽ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ പിന്നീട് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി ജീവിതത്തിൽ. ഞാൻ 10th കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അറിയാലോ, നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ്ലി ഒരു ട്രാജഡിയാണ്. അപ്പം വീട്ടിൽ മൊത്തത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായി, ഒരു എനർജി ഷിഫ്റ്റ് ഉണ്ടായി ആ ഒരു ടൈമിൽ. അപ്പം എല്ലാ റെസ്പോൺസിബിലിറ്റിയും അമ്മയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ മൂത്ത ആളാണ് ഞാൻ, അപ്പോൾ എന്നിലേക്കും കുറേ റെസ്പോൺസിബിലിറ്റീസ് വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്നൊരു സ്ട്രെസ് ഉണ്ട് ശരിക്കും. അപ്പോൾ എൻ്റെ അമ്മയെ സംബന്ധിച്ചത് വളരെ കൂടുതലായിരുന്നു. കാരണം ഒരു പാർട്ട്ണറാണ് നഷ്ടപ്പെട്ടത്, അപ്പം പിന്നെ എല്ലാവരെയും മക്കളെ നോക്കണം. അപ്പം അങ്ങനെ ഇരുന്നൊരു ടൈമിലാണ് ഒരു യോഗ പ്രോഗ്രാമിനെ പറ്റി കേൾക്കുന്നത്. അപ്പം അമ്മ അങ്ങനെ ഒരു യോഗ ചെയ്യാൻ പോയി. അപ്പം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ബേസിക് കോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പോയതിനു ശേഷം അമ്മയ്ക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. കാരണം ആൾ കുറച്ചുകൂടെ ആക്റ്റീവായി, പ്രൊആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട് നിങ്ങളും ചെയ്യുമെന്ന്. പക്ഷേ നമ്മൾ ആ ഒരു പ്രായത്തിൽ ഒരിക്കലും യോഗ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതൊരു ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. പക്ഷേ അമ്മ വളരെ സ്കിൽഫുള്ളി ഒരു യൂത്ത് പ്രോഗ്രാമിന് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ എന്നെ എൻറോൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് ടേൺ ചെയ്തു, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആ ഒരു ഇതെന്ന് പറയുന്നത്. അത് ചെയ്തതിന് ശേഷം കൂടുതൽ ക്വസ്റ്റ് വരാൻ തുടങ്ങി. എന്ത് ചെയ്യും ഇനി, എന്താണ് ഫർദർ, സ്പിരിച്വാലിറ്റീനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി, യോഗേനെ പറ്റി കൂടുതൽ അറിയണം. അപ്പോൾ ഇതിൻ്റെ ബാംഗ്ലൂരാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ബാംഗ്ലൂർ പോകണം. എങ്ങനെ അങ്ങോട്ടേക്ക് പോകും, വീട്ടിൽ പറയാൻ പറ്റില്ല, കാരണം ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വീക്ക്ലി ഫോളോ അപ്പ് സെഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ആയുർവേദ ഡോക്ടറെ മീറ്റ് ചെയ്തു, ഞങ്ങളുടെ നെയ്ബർ തന്നെയാണ്. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ബാംഗ്ലൂർ ഈ ശ്രീയുടെ കോളേജിലാണ് പഠിക്കുന്നതെന്നും അവിടെ നല്ലൊരു ആയുർവേദ കോളേജ് ഉണ്ട്, നല്ലൊരു ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഒരു ലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളൊരു കോളേജ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതായാലും മതിൽ ചാടാൻ നിന്ന് എനിക്ക് ഏണി വെച്ച് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ പഠിക്കാം എന്നൊരു തീരുമാനം വന്നു. അങ്ങനെയാണ് പുള്ളിയാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ആ ഒരു തോട്ടിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ശങ്കർ എന്നാണ്. നാട്ടിൽ ഒരു ഓട്ടിസം സ്പെഷ്യൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നു. ആയുർവേദം ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര സ്വപ്നം കണ്ടിട്ടോ അല്ലെങ്കിൽ ചെറുതിലെ മുതൽ പ്ലാൻ ചെയ്തോ ഒക്കെ ആയുർവേദ ഡോക്ടർ ആവാം, അതിന് പ്രിപ്പയർ ചെയ്യുക, അങ്ങനൊന്നുമില്ല. ഒരു കംപ്ലീറ്റ്ലി ഒരു ആർട്സ് റിലേറ്റഡ് ഒരു പേഴ്സൺ ആയിരുന്നു. മ്യൂസിക് അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഓക്കെ ആ ഒരു രീതിയിൽ പോവാം എന്നുള്ള സംഭവത്തിലായിരുന്നു. പക്ഷേങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായതുകൊണ്ട് അതൊക്കെ ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനുള്ളൊരു റൈറ്റ് ഗൈഡൻസ് തരാൻ പറ്റുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല നമ്മുടെ പേരൻസ് ഒന്നും. അപ്പോൾ അവര് സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പ്രൊഫഷനാണോ, ഇപ്പം പാട്ട് പഠിക്കുക ഇപ്പോൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് കരിയറിലേക്ക് പോവാന്നൊക്കെ സംബന്ധിച്ച് അവർ അല്ല,
ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവർ പറയുന്നത് ഒരു നയൻ ടു സെറ്റപ്പ് ഫൈവ് ഒരു അതെ ജോബ് അങ്ങനെ ഒരു ജോബാണ് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല, അപ്പൊ ഇനി എന്തായാലും എനിക്കൊരു സെക്കൻഡ് ഓപ്ഷൻ വേണം. അങ്ങനെയാണ് ഒരു +1 +2 ടൈമൊക്കെ വന്നപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയില്ലേ ഇനി എന്താണ് ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും യൂഷ്വലി പോകുന്ന സ്ട്രീംസിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തിരിയാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ അനന്തു പറഞ്ഞ പോലെ അനന്തു ആ ഒരു ടൈമിലാണ് ഇപ്പൊ പറഞ്ഞ പോലെ ആർട്ട് ഓഫ് ലിവിങ്ങിലേക്ക് വന്നത്, യോഗ ഇതിലേക്ക് വന്നത്. പക്ഷെ എൻ്റെ ഫാമിലിയൊക്കെ എൻ്റെ വളരെ ചെറുപ്പം മുതലേ ഇതിലുള്ളവരാണ്. ഉള്ളവരാണ്. അപ്പൊ അങ്ങനെ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കോളേജ് ഉണ്ട് എന്നുള്ളത് വളരെ നേരത്തെ ഞാൻ അറിഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ നിനക്ക് നമ്മുടെ കോളേജ് തന്നെ സെലക്ട് ചെയ്തുകൂടെ എന്നുള്ള ഒപ്പീനിയൻസ് വന്നപ്പം പോയി. അപ്പൊ ഓക്കെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇപ്പൊ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ബാംഗ്ലൂർ ഒരു കോളേജ് എന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ. പോയി പഠിക്കാം, ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആയുർവേദത്തിനെ പറ്റി ഒരു ഡീപ്പ് ബാക്ക്ഗ്രൗണ്ട് തറോ സ്റ്റഡി നടത്തിയിട്ടൊന്നും പോയ ഒരാളല്ല. ചെന്ന് പെട്ടു, ഓക്കെ എന്നാ പിന്നെ ഇതാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. പിന്നെ വേറൊരു സംഭവം ചിന്തിച്ചു കഴിഞ്ഞാല് അനന്തുവിനെ മീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പിന്നെ ചിന്തിക്കുമ്പോ ഓക്കെ അല്ലെങ്കിൽ നാട്ടിൽ എന്തോ ഒരു ആയുർവേദ കോളേജ് ഉണ്ടായിരുന്നു അല്ലേ അവിടെ. ആയുർവേദം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇഷ്ടം പോലെ എന്റെ ഓപ്ഷൻ. അടുത്തൊരു ചോദ്യം അതായത് നിങ്ങൾ എങ്ങനെ കണ്ടുകൂട്ടിയെന്നുള്ളത്. ആ, അപ്പൊ അന്ന് അതിലോട്ട് എത്തി. എന്നെ ആദ്യം കണ്ടത് ഗൗരിയാണ്. അപ്പൊ ഗൗരി എന്നെ പറയുന്നത് അതെ. അപ്പം ഈ ഇപ്പൊ പറഞ്ഞ പോലെ കോളേജിന്റെ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു ഇന്റർവ്യൂ എക്സാമിന് വേണ്ടിയിട്ട് വിളിക്കുന്നു, ഒരു ഡേറ്റ് പറഞ്ഞു വിളിക്കുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു നമ്മളൊരു ഇതുപോലെ ഒരു സ്പേസിലേക്ക് ഇരുത്തിയപ്പോൾ അവിടെ കുറേ ഗേൾസും അതിന്റെ നടുക്കൊറ്റൊരാളും അനന്തു. അപ്പൊ നമ്മള് ഞാൻ എന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഇവര് മറ്റേ സ്കൂളിലെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഗ്രൂപ്പായിട്ട് കോളേജിൽ ഒരുമിച്ച് പഠിക്കും, ഞാനവിടെ വരാം, ആ ടീംസ് ഒക്കെ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിശ്വസിച്ചു ഞാൻ മാത്രം ഒറ്റയ്ക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു വിഷമമായി പോയി. കാരണം ഞാൻ ഭയങ്കര ഒരു ഫ്രണ്ട് സർക്കിളിൽ ജീവിച്ച ഒരാൾ പെട്ടെന്ന് ഈ ഡൈവേർട്ട് ചെയ്ത് ബാംഗ്ലൂരിൽ പ്ലാൻ മാറ്റിയത് ഞാനാണ്. അപ്പൊ എനിക്കൊരു റിഗ്രറ്റ് വന്നു, പക്ഷെ അവര് പോയ കോളേജിൽ തന്നെ പോയാൽ മതിയായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷെ പിന്നീട് അത് മനസ്സിലായി അല്ല അവരവിടെ വന്ന് മീറ്റ് ചെയ്ത് ഫ്രണ്ട്സ് ആയവരാണ്. അല്ലത് ആക്ച്വലി ഗൗരി പറഞ്ഞ പോലെ ഞാൻ ഗൗരീനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് വേറെ ഒത്തിരി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ കണ്ണു പോയത് വേറെ പലരിലേക്കുമാണ്. പക്ഷേ അപ്പോൾ ഞാൻ ഗൗരീനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഗൗരി പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അതിനൊരു ആൻസർ ഇല്ല. നമുക്ക് നല്ലൊരു മാർക്ക് ഉണ്ടായിരുന്നു. ബട്ട് അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ആ ഒരു അഡ്മിഷൻ കിട്ടാതിരുന്നപ്പോൾ ഞാൻ ശരിക്കും ഒത്തിരി എൻ്റെ എല്ലാവരെയും ബ്ലെയിം ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഇങ്ങനെ എന്നുള്ളൊരു രീതിയിൽ. കാരണം ഇപ്പം ഞാനായിട്ട് എടുത്തൊരു ആഗ്രഹമാണ് ബാംഗ്ലൂർ പോയി പഠിക്കുക എന്നുള്ളത്. അപ്പം അത്രയും ഒരു റിസ്ക് എടുത്തിട്ട് പോലും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പം ഞാൻ എൻ്റെ വിധിയെ തന്നെ ഞാൻ ഒത്തിരി പഴിച്ചിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലായത് അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു നടന്നൊരു കാര്യമായിരുന്നു. കാരണം അതിനുശേഷം ഞാൻ ഒരു 6 മാസം തെറാപ്പി പഠിച്ചു. തെറാപ്പി പഠിച്ചതിന് ശേഷം പിന്നീട് ഞാൻ അവിടെ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എൻ്റെ ആയുർവേദത്തിൻ്റെ എൻ്റെ ഒരു ബിഗിനിങ് അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന സമയത്ത് ഈവനിങ്ങിൽ ഓരോ പ്രോഗ്രാംസ് ആശ്രമത്തിൽ നടക്കുമ്പോൾ ഗൗരിയും ഗൗരിയുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഗൗരിനെ ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. നമ്പർ എക്സ്ചേഞ്ച് ആയി. അന്ന് വാട്സപ്പ് ഇല്ല. കൂടുതലും നമ്മളൊരു 23 രൂപയുടെ ഒരു റീചാർജ് ഉണ്ട്. അപ്പോൾ അതുവഴി ചെയ്യുമ്പോൾ നമുക്കൊരു 2000 മെസ്സേജ് നമുക്ക് കിട്ടും. SMS ചാറ്റ് വഴി നമ്മൾ മാക്സിമം സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇവിടം വരെ നമ്മൾ എത്തി. അപ്പം ആയുർവേദം പഠിക്കാനിരുന്ന കൂട്ടത്തിലാണ് കൂടുതൽ ഞങ്ങൾ അറിയുന്നതും കൂടുതൽ പരസ്പരം പഠിച്ചു. അതെ, ആയുർവേദം പഠിച്ചു, പരസ്പരം പഠിച്ചു, ഒരുമിച്ച് അങ്ങ് ജീവിതം തുടങ്ങി. അതെ, അത്രേ ഉള്ളൂ. ഈ പ്രൊഫഷനും ഈ ജീവിതവും നിങ്ങളുടെ ലൈഫും നിങ്ങൾ എങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ്. പലരും പറയുന്നതാണ് ഇപ്പോൾ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓഫീസിൽ പോകുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വീട്ടിലും ഇപ്പം നമ്മൾ വീട്ടിൽ വരുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം നേരത്തെ മുതലേ നമ്മൾ വഴക്കിടാനുള്ളതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ വരെ ഞങ്ങൾ ആ ഒരു ഇഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഇഷ്ടം പോലെ വഴക്കിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് പരസ്പരം ഏകദേശം നമ്മൾ ഒരാൾ ഏത് ലിമിറ്റ് വരെ പോകുമെന്ന് അറിയാം. പിന്നെ വഴക്കിട്ടാലും ഇപ്പോൾ വഴക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ അറിയാം. കാരണം ഒരു പരിധി കൂടുതൽ നമ്മളതിനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു റിസൾട്ട് കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും അതായത് നമ്മൾ ക്ലിനിക്കിൽ ചെല്ലുമ്പോഴാണെങ്കിലും ഞങ്ങൾ തൊട്ടപ്പുറത്തെ റൂമിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ പേഷ്യൻ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അടുത്ത് വന്നിരുന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടോ തോന്നിയിട്ടില്ല. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ എന്തെങ്കിലും എനിക്കൊരു ഒരു മീ ടൈം വേണം എന്നുള്ളപ്പോൾ അത് എനിക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഗൗരിക്കും കിട്ടാറില്ലേ? അത് കൊടുക്കാനാണ്, അത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ചിലപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ അത് തരാനൊരു മൈൻഡുള്ള ഒരാളാവണം നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പൊ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നീ കൂടുതൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാനൊക്കെ എനിക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം തന്നെ വരില്ല. ചിലപ്പോൾ എൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ മതിയാവും, പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ആ ഏരിയയിലേക്ക് പോകണ്ട. പിന്നെ നമ്മൾ ആയുർവേദം കൂടെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കും. ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വീണ്ടും നമ്മൾ സ്പൈസി ഫുഡ് ഒരിക്കലും കൊടുക്കില്ല. അതേപോലെ കുറച്ച് നമ്മൾ അവരെ ഒന്ന് കാമാക്കുന്ന, വേണമെങ്കിൽ കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാം. അപ്പോൾ വീണ്ടും സ്പൈസി കൊടുക്കുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ വീണ്ടും അവരുടെ ഉള്ളിലൊരു ഒരു രജസ് എന്ന് നമ്മൾ പറയും, നമ്മുടെ ഉള്ളിലൊരു ആക്ടിവിറ്റി വീണ്ടും കൂടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സ്പൈസി ഫുഡ് പോയി കഴിക്കാനോ നമ്മൾ മാക്സിമം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അല്ല, ചില ആളുകൾ ചിലർക്ക് ചിലപ്പോൾ ആ കാര്യം അപ്പോൾ പറഞ്ഞു തീർക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് അത് ഒട്ടും മിക്കപ്പോഴും പാർട്ട്നേഴ്സ് നടക്കുന്ന സംഭവമാണ്. ഒരാൾക്ക് ഇപ്പൊ തൽക്കാലം സംസാരിക്കണമെന്നായിരിക്കും, മറ്റേ അത് ഇപ്പൊ പറഞ്ഞു തീർക്കണമെന്നായിരിക്കും. അതിലാണ് പ്രോബ്ലംസ് വരിക. അതെ. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞതിൽ ഏകദേശം വിട്ടുകൊടുക്കുക, ഓക്കെ സ്പേസ് വേണം, സൈലന്റ്. ഇതിനെ പറ്റിയ നല്ല ടിപ്സ് ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? സൈലൻസ് ആണോ? സൈലൻസ് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, സ്പേസ് കൊടുക്കലാണോ അല്ല സൈലന്റ് ആയിരിക്കുകയാണോ? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു ഇപ്പൊ സ്പേസ് കൊടുക്കുക എന്നുള്ളത് ഒരു പാർട്ട്. പിന്നെ അല്ലാന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പ്രൊഫഷണലിയും അതുപോലെ പേഴ്സണലിയും ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ടഫായിരിക്കൂലേ ഈ പറഞ്ഞ പോലെ രണ്ടിടത്തും ഒരേ ആൾക്കാർ, അപ്പം എങ്ങനെ മാനേജ് ചെയ്യും? പക്ഷെ കുറേ കാര്യങ്ങൾക്ക് അത് ബെനിഫിഷ്യലാണ് ഞങ്ങൾക്ക്. ഇപ്പൊ ഈ പറയുന്ന പോലെ ചോദിക്കാണ്ട് ഈഗോ കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാവുന്നത്. പക്ഷെ അതിലൊക്കെ ഒരു ഔട്ട്കം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഇപ്പൊ അനന്തുവിനെ നോക്കിയിട്ട് അനന്തു ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ കുറച്ച് കുറഞ്ഞു പോയോ എന്ന് വെച്ചിട്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഞാനൊരിക്കലും വളരില്ല, അല്ലെങ്കിൽ എൻ്റെ ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് പരസ്പരം എന്താണ് നമ്മുടെ എല്ലാവർക്കും ഒരു ഗോൾസ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗോൾ ഉണ്ടാവും. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാൻ പറ്റുന്നതും അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പോൾ ഓക്കെ നീ ഇങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു കരിയർ ഗ്രോത്തോ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് തരാനും അതിനെ റൈറ്റായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനും അറിയുന്ന ഒരാളാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് ഓരോ ആൾക്കാർക്കും അവരവരുടേതായ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം കുറച്ച് നാൾ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പാർട്ട്ണർ എങ്ങനത്തെ ആളാണെന്ന്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു മെയിലിൻ്റെ ഈഗോനെ ഹർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും ഒരു പാർട്ട്ണർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ഇമോഷൻസും നമ്മൾ അതുപോലെ തന്നെ കെയർ ചെയ്യണം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഈഗോ ഹർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ കൂടുതൽ വഷളാവുള്ളൂ. ഇമോഷണലി സപ്പോർട്ട് വേണ്ട സമയത്ത് ഞാനത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നമാവും. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ മെന്നിൻ്റെ ഈഗോയും അതുപോലെ തന്നെ വുമൻസിന് നമ്മൾ ആ ഒരു ഇമോഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതും അവിടെ ഒരു നല്ല ചോദ്യം വരുന്നുണ്ട്. കാരണം ലോജിക്കൽ സപ്പോർട്ടാണോ ഇമോഷണൽ സപ്പോർട്ടാണോ? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആണുങ്ങൾ വളരെ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ കൂടുതലും ഒരു ഇമോഷണൽ സീൻസ് വരുമ്പം ആണുങ്ങളൊക്കെ കൂടുതൽ കരയുന്നത് സ്ത്രീകളായിരിക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് ഒരിക്കലും അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല നിങ്ങൾ എന്തിനായി കരയുന്നത്. നമുക്ക് ഒരിക്കലും അവിടെ ലോജിക്കലി നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ കരയുകയാണെങ്കിൽ ഒരു ടിഷ്യൂ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ഹാൻഡിൽ ചെയ്യുക. നിങ്ങളുടെ വർക്ക് സ്പേസിനെ പറ്റി ഒന്ന് പറയാമോ? ഇതിൽ നമ്മളൊരു ഫാമിലി പോലെയാണ്. നമ്മുടെ ക്ലിനിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വലിയൊരു സ്പേസാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്ക് സ്പേസിനേക്കാൾ ഉപരി നമ്മുടെ ഒരു കുടുംബം പോലെയാണ് എല്ലാവരും അവിടെ. അതിൽ പറയേണ്ട ഒരു മെയിൻ ഫാക്ടർ ഞങ്ങളുടെ ഓണർ തന്നെയാണ്, മലയാളിയാണ്. അനിത മേനൻ എന്നാണ് മാഡത്തിൻ്റെ പേര്. വലിയൊരു സപ്പോർട്ടാണ്. നമുക്ക് എന്ത് കാര്യം നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് വേണ്ട എല്ലാ കാര്യത്തിനുള്ള സപ്പോർട്ട് തരും. പിന്നെ നമ്മുടെ സീനിയർ ഡോക്ടേഴ്സായിട്ടുള്ള ഡോക്ടർ രവികുമാർ, ഡോക്ടർ സ്മിത, രണ്ടുപേരും നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെയാണെങ്കിലും നമുക്ക് ഒരിക്കലും ഒരു പുതിയ സെൻറ്ററിൽ വന്നു എന്നുള്ള ഒരു ഫീലും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഒരു കുടുംബം പോലെ തന്നെ നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെയാണ് അവർ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രാവിലെ തന്നെ ഞങ്ങളൊരു സെൽഫ് ടൈം രണ്ടുപേർക്കും കൊടുക്കും. അതായത് ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ തന്നെ റിഫ്രഷ് ചെയ്യേണ്ട കുറച്ച് ടെക്നിക്സ് ഞങ്ങൾ ഫോളോ ചെയ്യും. അതായത് കുറച്ച് ബ്രീതിങ് ടെക്നിക്സ്, മെഡിറ്റേഷൻസ്, സ്ട്രെച്ചസ്, അതൊക്കെ ഒരു എന്താ പറയണ്ട ഒരു ലൈഫ് സ്റ്റൈൽ പോലെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്.
അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു ഡേ പ്ലാൻ ചെയ്യാൻ ഒരു സമയം രാവിലെ കിട്ടും. റാദർ ദാൻ നമ്മൾ എഴുന്നേറ്റിട്ട് മറ്റേ ഫുഡ് ഉണ്ടാക്കി ഓടുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി അതിനൊരു സ്പേസ് കൊടുക്കും. അപ്പോൾ ആ ഒരു സ്പേസ് രാവിലെ തന്നെ ഓക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വൈകിട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ഇന്നത്തെ ബിസി ലൈഫിൽ എല്ലാവരും ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിനിടയിൽ നമുക്ക് എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ നമുക്ക് കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്? കുറച്ച് ടിപ്സ് പറയാമോ? ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് നമ്മൾ ഈ ഓടുന്നതെന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. നമ്മളെല്ലാവരും ഇപ്പോൾ നാട് വിട്ട് പുറത്ത് വന്നത് എല്ലാവരും സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഓട്ടത്തിന് പുറമേ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യം നമ്മുടെ ഹെൽത്താണ്. നമ്മൾ ഈ മാക്സിമം പൈസ സമ്പാദിക്കുന്നു, പക്ഷേ ഇതെല്ലാം സമ്പാദിച്ചിട്ടും നമ്മൾ നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പകുതി പൈസയും പലരും ചിലവാക്കുന്നത്. നമ്മളൊന്ന് മൈൻഡ്ഫുൾ ആവുക, എന്താണ് നമ്മൾ ചെയ്യുന്നത്, അൾട്ടിമേറ്റ്ലി നമ്മുടെ ഗോൾ എന്താണെന്നുള്ളൊരു റിയലൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതൊരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക, വാട്ട് ഈസ് ദ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവും, കുറച്ചുകൂടെ അവെയർ ആവും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇത് അവെയർ ആയി കഴിയുമ്പോൾ പലപ്പോഴും ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്, സമയമില്ല, പക്ഷേ ഇപ്പം മനസ്സിലായി, നെഞ്ചിരിച്ചിൽ വന്നു തുടങ്ങി, അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഡയറ്റൊക്കെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. നേരത്തെയും പറ്റാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ ഒരു റിയലൈസേഷൻ വന്നപ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊരു പറ്റുന്നത്. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചൊരു പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ലൈഫിലൊരു ലെസൺ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് എല്ലാത്തിനും ഒരു പക്ക ഒരു സെറ്റ് റൂട്ടീൻ ഇല്ലെങ്കിൽ കൂടിയും നമുക്കൊരു അവെയർ ആയിരിക്കണം. നമ്മൾ എഴുന്നേൽക്കുന്ന ടൈം, നമ്മൾ ഉറങ്ങുന്ന ടൈം, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസ് ഏറ്റവും കൂടുതൽ എന്ത് തരം അസുഖമായിട്ടാണ് വരുന്നത്? ഇന്നത്തെ ബിസി ലൈഫിൽ പലതും ഉണ്ടാകാമല്ലോ. ഇപ്പം നമുക്ക് പല വെറൈറ്റീസ് ഓഫ് കേസസ് വരാറുണ്ട്. അതിലിപ്പം എനിക്ക് കൂടുതൽ ഞാൻ കാണുന്ന കേസസ് എന്ന് പറയുന്നത് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇപ്പം സയാറ്റിക്ക ഉണ്ട്, ഫ്രോസൺ ഷോൾഡർ ആയിക്കോട്ടെ, എൽബോ, നമുക്ക് ടെന്നീസ് എൽബോ, പിന്നെ നെക്കിന് ഷോൾഡറിനും സ്റ്റിഫ്നെസ് ആയിട്ട് വരുന്ന കേസസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രോണിക് ആർത്രൈറ്റിക് കണ്ടീഷൻസ് വരാറുണ്ട്. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട്, ഉറക്കമില്ലായ്മ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു യുണീക്ക് അപ്രോച്ചാണ് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നത്. വെറുതെ ഒരു മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു പൊക്കുമെന്നല്ല നമ്മൾ പറയാം. നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളായിട്ട് ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ, യുണീക്കായിട്ട് ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസസ് ഉണ്ട്. അതിലൊന്നാണ് LNB എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. ഇതൊരു ജർമ്മൻ ടെക്നിക്കാണ്. അപ്പോൾ അതും മസ്കുലോസ്കെലിറ്റൽ പെയിൻ മാനേജ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്, ഒരു പ്രൊസീജിയറാണത്. അതുപോലെ തന്നെ മർമ്മ തെറാപ്പി, നമ്മൾ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഉറക്കമില്ലാത്ത ആൾക്കാർക്കൊക്കെ വളരെ ഒരു ഹീലിംഗ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് രണ്ടും ഞാനവിടെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. പിന്നെ ഗൗരി യോഗ തെറാപ്പി ചെയ്യാറുണ്ട് അവിടെ. അപ്പോൾ യോഗ തെറാപ്പി എന്ന് പറയുമ്പം എങ്ങനെയാണത് യുണീക്കായി മാറുന്നതെന്ന് പറഞ്ഞാൽ, യോഗ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാണെങ്കിലും പഠിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ പോയി പഠിക്കാം. പക്ഷേ നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച്, കണ്ടീഷൻ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ 1 to 1 ആയിട്ട് എന്താണോ നിങ്ങളുടെ പ്രശ്നം അതിനെ മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സും പിന്നെ നമ്മുടെ മെഡിസിൻസും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയുന്നത്. വെറുതെ ഒരു അസുഖത്തിന് നമ്മളൊരു മരുന്ന് കൊടുത്ത് വിടുന്നതല്ല. അപ്പോൾ എനിക്ക് കൂടുതലും വരുന്ന കേസസ് ഇതൊക്കെയാണ്. ഇത് കൂടാണ്ട് ഒരുപാട് കിട്ടുന്നത് ഗട്ട് റിലേറ്റഡ് കേസസ്. ഇപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. എന്താ പറയണ്ടേ, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 1 ഗോ അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കൂ സെറ്റാവും അങ്ങനെയല്ല. അത് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു റൂട്ട് കോസ് അവരിലേക്കും കൂടെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇതുകൊണ്ടാണ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് റിസോൾവ് ആവും. അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഓക്കെ ഈ സ്റ്റേജിലാണ് നിങ്ങൾ, നമ്മുടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതലുള്ള സ്കിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൻ കെയർ, ഹെയർ കെയർ, പിന്നെ അതുപോലെ പറഞ്ഞ പോലെ പെയിൻ മാനേജ്മെൻറ്റ്, അത് പല സ്റ്റേജസിലുള്ള പെയിൻസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് വരും. പിന്നെ ഞാൻ കുറേ നാൾ ഇപ്പം ഇന്ത്യയിലായിരുന്നപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഒബേസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്തിരുന്നത് കൊണ്ടും എൻ്റെ പ്രൊഫൈലിൽ അതായതുകൊണ്ടും അത് ഒത്തിരി കേസസ് അങ്ങനെ വരുന്നുണ്ട്, വെയിറ്റ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. കാരണം ഇന്നിപ്പം നമ്മൾ കാണുന്ന എല്ലാവരും ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഫിസിക്ക് നന്നായിരിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് ജിമ്മിൽ പോകുന്ന ആൾക്കാർ കൂടി ഇപ്പോൾ നല്ല ആഫ്റ്റർ കോവിഡ് എല്ലാവരും ഹെൽത്ത് നോക്കി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഓടുന്നു, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ.
ഫിസിക്കൽ ലുക്ക് അപ്പിയറൻസ് എന്നുള്ള സംഭവം ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ഫിസിക്കൽ മാത്രമല്ലല്ലോ ഓക്കെ ആവേണ്ടേ, അല്ലേ? അത് നിങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ എന്താണ്? ആൾക്കാർ ഫിസിക്കലി ഓക്കെ, ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഓക്കെ ആയാൽ മതിയോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഹെൽത്തി എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന അസുഖമില്ലാത്തൊരവസ്ഥ എന്ന് മാത്രമാണ്. പക്ഷേ അങ്ങനെയല്ല. ഇറ്റ്സ് എ ബാലൻസ് ഇൻ ലിവിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ മെൻ്റലി കാം ആയിരിക്കണം, ഇപ്പോൾ ഇമോഷൻസ് വൈസ് നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം, പിന്നെ ഒരു സ്പിരിച്വൽ ടച്ച് കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരാൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫിസിക്കലി കൂടുതൽ എക്സർഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് സ്ട്രോങ് ആവും, അല്ലേ? നമ്മളിപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നു. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആവുക ചെയ്യുന്നത്. അപ്പോൾ എഫേർട്ട് ഇടുമ്പോൾ എന്താ പറ്റുക? ഫിസിക്കലി സ്ട്രോങ് ആവുന്നു. പക്ഷേ മനസ്സിൻ്റെ ലെവലിൽ അതിന് വേറൊരു രീതിയിലാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക. നമ്മൾ എഫേർട്ട്ലെസ് ആവണം. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുകൊണ്ടേയിരിക്കും. സോ വി ഹാവ് ടു ബി ലെറ്റ് ഗോ ഇൻ ഓൾ ദ സിറ്റുവേഷൻസ്. അത് പഠിക്കേണ്ട അതിനൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് എക്സാക്ട്ലി ഹൗ ടു ബി ഹെൽത്തി. അത് എന്നാലും മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റുള്ളൂ. പിന്നെ ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ അസുഖം ആദ്യം വരുന്നത് ശരീരത്തിലല്ല, ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ മൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ കാണാത്തൊരു റെൽം ഓഫ് ബോഡിയിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ അവിടെയും അത് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ്ലി നമ്മുടെ മൈൻഡിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റിൽ, അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത്. കാരണം ആ ഒരു ട്രിഗർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് ബോഡിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ. യെസ്, മെൻ്റലി ക്ലിയർ ആയിരിക്കുക എന്നുള്ളതൊരു വലിയൊരു ഫാക്ടറാണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ, സ്ട്രോങ് മൈൻഡ് ക്യാൻ ക്യാരി എ വീക്ക് ബോഡി, ബട്ട് എ വീക്ക് മൈൻഡ് കനോട്ട് ക്യാരി എ സ്ട്രോങ് ബോഡി. ഇപ്പോൾ പലർക്കും പല മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഇത് ആയുർവേദം ഓക്കെ ആണോ അല്ലയോ? ഇപ്പോൾ നിങ്ങളോട് വരുന്ന പേഷ്യൻസും പറയാറുണ്ടായിരിക്കും അതിന് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പഴഞ്ചനായിട്ടുള്ളൊരു പരിപാടിയാണെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന പ്രായമാകുമ്പോൾ കുറച്ച് എണ്ണയും വാങ്ങിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കഷായം കഴിക്കുക, കുറച്ച് അരിഷ്ടങ്ങൾ കഴിക്കുക, അതാണ് ആയുർവേദം എന്നാണ് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യങ്ങളാണ്, ആയുർവേദം ചികിത്സ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആണ്, അത് അസുഖം മാറാൻ കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ നമ്മൾ ആൾക്കാരിലേക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ആയുർവേദം എന്ന് വിചാരിച്ചിട്ടാണ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന കുറേ കേസസിൽ നോക്കിയാൽ അറിയാം, ഒരു വർഷങ്ങളായിട്ട്, ഇപ്പോൾ വേദന ആയിക്കോട്ടെ, ഒരു എക്സാമ്പിൾ പറയാണ്, വർഷങ്ങളായിട്ട് വേദന സഹിക്കുന്ന ഒരാൾ എല്ലാം ചെയ്തിട്ട് അവസാനമായിരിക്കും ആയുർവേദത്തിൽ വരുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ലാസ്റ്റ് വെച്ചിരിക്കുന്നതാണ് ആയുർവേദം. അപ്പം നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കേസസ് വേഴ്സ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാം ചെയ്തു തന്നെ പിന്നെ ആയുർവേദം കൂടെ നോക്കിയേക്കാം, അപ്പോൾ എന്തായാലും എന്തോ ഒരു സംഭവമാണല്ലോ, അതും കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പലരും വരുന്നത്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർ പലരും ഇത് ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്നത് ഏകദേശം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടായിരിക്കും പോകുന്നത്. അതിലും രണ്ട് കാറ്റഗറി ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഒന്ന്, എനിക്ക് 80% അല്ലെങ്കിൽ ഒരു 90% വേദന മാറിയല്ലോ, ഇനി ഒരു 10% കൂടെ അല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എൻ്റെ 20% വേദന മാറിയിട്ടില്ലോ, ആ 20%-ന് വളരെ കൂടി. അപ്പം ആലോചിക്കുന്നില്ല, ഇത്രയും വർഷമായിട്ടുള്ളൊരു പെയിനാണ് മാറിയത് എന്നൊരിക്കലും ചിന്തിക്കുന്നില്ല. പിന്നെ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് പോലെയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പോലെയും തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. പല പേഷ്യൻസും വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടർ ഞങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് മുന്നേ എടുത്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും എനിക്ക് വീണ്ടും വേദന വരുന്നു, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവരുമായിട്ട് കൂടുതൽ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർ പലപ്പോഴും ഫോളോ അപ്പ് മിസ് ചെയ്യാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, വേദന കുറഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാണ് ഡോക്ടറെ കാണുന്നത്, അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ കൂടുതൽ മരുന്ന് എഴുതും, ഇനിയും ട്രീറ്റ്മെൻറ്റ് എഴുതിയാലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ആ ഒരു അസുഖം, നമ്മൾ ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഏരിയയിലുള്ള ആ ഒരു ഇൻഫ്ലമേഷൻസ് കുറയുകയാണ്, പിന്നീട് നമുക്കതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസിന് ഒരു അവയർനെസ് ഇല്ല. ഇവൻറ്റോ നമ്മൾ അവയർനെസ് കൊടുത്താലും അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും വേദന വന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ വരാറുള്ളത്. ഇത്രയും പ്രോബ്ലം ആയിട്ട് വന്നിട്ട് മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? ഇഷ്ടം പോലെ. എല്ലാം തെറ്റായിട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം പ്രശ്നമായിട്ട് ആയുർവേദം കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടോ, കിഡ്നിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഇപ്പം എല്ലാ ഇൻഫർമേഷൻസും റെഡിലി അവൈലബിൾ ആണ്.
അപ്പോൾ ആൾക്കാർ ഗൂഗിൾ ചെയ്തിട്ടും ചാറ്റ് GPT യോട് ചോദിച്ചിട്ടും റെഡിലി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ആൾക്കാർ, ഡയഗ്നോസ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ബാക്ക് പെയിൻ ആണെങ്കിൽ സയാറ്റിക്ക ആണെന്ന് ഉറപ്പിച്ച് വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് ഈവൻ റിപ്പോർട്ടിൽ പോലും കാണില്ല, പക്ഷെ എന്നാലും പേഷ്യൻസ് പറയാനും ഡോക്ടർ സയാറ്റിക്കയുടെ എല്ലാ സിംറ്റംസും ഇല്ല, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് സയാറ്റിക്ക എന്ന് പറയുന്നില്ല. അത് ഡോക്ടർക്ക് ഇനി അറിയാത്തതാണോ എന്നാണ്. അപ്പം നിങ്ങൾക്ക് സയാറ്റിക്കയുടെ ട്രീറ്റ്മെന്റ് തരുമോ എന്ന് ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് റിയലി സയറ്റിക് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പലർക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവർ ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട്, എനിക്കിപ്പോഴും ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ചാറ്റ് GPT യോട് ചോദിച്ചിട്ട് ഡോക്ടർ എൻ്റെ പ്രശ്നം ഇതാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയച്ചെന്നൊരു കേസുണ്ട്. മെഡിസിൻ ഉൾപ്പെടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അല്ല. അപ്പം ആയുർവേദത്തിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മൾ മോഡേൺ മെഡിസിൻ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഇപ്പം നമ്മൾ തരുന്നൊരു മെഡിസിൻ, എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറി പറയാനുണ്ട്. എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ട് തലവേദനയായിട്ടാണ് വന്നത്. ഞാൻ പേഷ്യൻറ്റിന് കൊടുത്ത മെഡിസിൻ ഈ വയറൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെഡിസിൻ, അല്ലെങ്കിൽ മോഷൻ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെഡിസിനാണ് കൊടുത്തത്. അപ്പോൾ പേഷ്യൻറ്റിന് അതിപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, എല്ലാ മെഡിസിൻ്റെ മുകളിൽ ഒരു ലേബൽ ഉണ്ടാവും അത് എന്തിനാണെന്നുള്ളത്. അറിയാലോ, നമ്മളിപ്പോൾ ഓക്കെ ദിസ് മെഡിസിൻ ഇസ് ഫോർ ദിസ് എന്നുള്ളൊരു ലേബൽ ഉണ്ടാവും. പേഷ്യൻ്റ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഡോക്ടർ ഇത് കോൺസ്റ്റിപ്പേഷനുള്ള മരുന്നല്ല, എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിനി തെറ്റിപ്പോയി എഴുതിയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറിൻ്റെ തലവേദന നന്നായിട്ട് മാറി. അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. ഒരു കുറച്ച് ദിവസമായിട്ട് പേഷ്യൻ്റ് മോഷൻ പാസ്സാവുന്നില്ല, അത് കാരണം കൊണ്ടാണ് തലവേദന ഉണ്ടായത്. അപ്പോൾ പേഷ്യൻ്റ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, തലവേദനയ്ക്കുള്ള മരുന്ന്. നമ്മളിപ്പോൾ എന്ത് മെഡിസിൻ കൊടുത്താലും നമുക്ക് നന്നായിട്ട് അറിയാം. പേഷ്യൻ്റ് ഫസ്റ്റ് ചെയ്യുന്നത് ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്യും. ഒരിക്കലും ആയുർവേദ മെഡിസിൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ പലപ്പോഴും പേഷ്യൻസിന് കൺഫ്യൂഷൻ ആവാറുണ്ട്, ഡോക്ടർ എനിക്ക് ഈ മരുന്ന് തന്നത് എന്തിനായിരുന്നു, എൻ്റെ പ്രശ്നം ഇതാണെന്ന് പറയാറുണ്ട് പലപ്പോഴും. ലാസ്റ്റ് അസുഖം മാറുമ്പോൾ വിശ്വാസം വരും, പക്ഷെ അതുവരെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ പഥ്യം, ആയുർവേദം എടുക്കുമ്പോൾ പഥ്യം പഥ്യം എന്ന് പറയുന്നത് എന്താണ് ആൾക്കാർ എന്തോ ഒരു വലിയൊരു അപരാധം പോലെയാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. പേടിച്ചിട്ട് വരൂല, പേടിച്ചിട്ട് അല്ല പഥ്യം എന്തോ അല്ല. അത് പ്രശ്നം എന്താന്ന് വെച്ചാൽ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആയുർവേദം ചെയ്യുമ്പോൾ പഥ്യം നോക്കിയില്ലെങ്കിൽ വലിയ എന്തോ ആപത്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ തിരിച്ചടിക്കും. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പേടിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് അതനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതേപോലെ ഇപ്പം നമ്മളിപ്പോൾ ബഹറിലാണുള്ളത്, നമ്മൾ നാട്ടിൽ ചെയ്യുന്ന അതേപോലെ ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ ചെയ്യണമെന്ന് വിചാരിച്ച് ഒരിക്കലും പോസിബിൾ അല്ല. അതേപോലെ പഥ്യം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 99% ആൾക്കാരും ക്ലിനിക്കിൽ വരില്ല. അപ്പം നമ്മൾ എങ്ങനെയാണോ അവർക്ക് പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു 70 to 80% ബെറ്റർ ആയെങ്കിൽ തന്നെ വലിയൊരു കാര്യമാണ്. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഫോളോ ചെയ്യും. അപ്പം പഥ്യത്തിനെ പറ്റി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണ്, നല്ല എക്സ്ട്രീം സമ്മർ വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സമ്മറിലൊരു ജാക്കറ്റ് ഇട്ട് പുറത്ത് പോയാൽ എന്ത് ഫീൽ ചെയ്യും? നല്ലപോലെ നമുക്ക് ചൂടാവും ഇല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒന്നെങ്കിൽ ഒരു AC റൂമിൽ കയറും, ഇല്ലെങ്കിൽ ഒരു AC കാറിൽ പോയിരിക്കും. നമുക്കൊരു റിലാക്സേഷൻ കിട്ടും ഇല്ലേ. അത് നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലെയാണ് ഒരു അസുഖത്തിന്, ഒരു റിലാക്സേഷൻ കിട്ടി. പക്ഷേ കോസ് എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചൂട് കിട്ടിയത്? ആ ഒരു ജാക്കറ്റ്. സോ അത് റിമൂവ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ ആശ്വാസം കിട്ടും. സെയിം വേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ അസുഖം ഉണ്ടായത്, അപ്പോൾ അത് എന്താണ് അതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ, നമ്മൾ അതാണ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് പഥ്യത്തിൽ. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖം വീണ്ടും വേഴ്സ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ അസിഡിറ്റി ഉള്ള ഒരാൾ വീണ്ടും എരിവ് കഴിച്ചിട്ട് ഡോക്ടറിൻ്റെ അസിഡിറ്റി മാറിയില്ല എന്ന് പറയുന്നതിലും നല്ലത് നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ പഥ്യം. പക്ഷേ എന്തോ വലിയൊരു സംഭവമാണെന്ന് ആൾക്കാർ ചിന്തിച്ച് കൂട്ടുന്നതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ 21 ദിവസത്തെ ചികിത്സ, അപ്പം അവിടെ നിന്ന് നമുക്ക് ചികിത്സ എടുത്ത് പോവാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടോ? നമ്മളങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും ചെയ്യാറുള്ളത്. കാരണം നാട്ടിൽ ചെയ്യുന്ന പോലെ ഒരു 21 days ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരില്ല. ഒന്നാമത്തെ കാര്യം അത് പോസിബിളും അല്ല, കാരണം അതേ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആയുർവേദത്തിൽ നമ്മുടെ ആചാര്യന്മാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത് നമ്മുടെ വൈദ്യൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ യുക്തി അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ പോസിബിൾ വേസും നോക്കിയിട്ടാണ് നമ്മളൊരു ആൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പം ഡെയിലി ട്രാവൽ ചെയ്യുന്ന ഒരു പേഷ്യൻസിന് നമുക്ക് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് ഇപ്പോൾ വെക്കേഷൻ കിട്ടുന്ന ടൈമിൽ, ഇപ്പോൾ റമദാൻ ടൈമിലൊക്കെ അവർക്ക് ഹോളിഡേയ്സ് ആണെങ്കിൽ ആ ഒരു ടൈമിൽ കുറച്ചുകൂടി ഇൻറ്റൻസ് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് ടൈം നോക്കി അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കാറുള്ളത്.
ഇപ്പോൾ ചില ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് രാവിലത്തെ ടൈമിൽ മാത്രം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ പേഷ്യൻറ്റിന് വൈകിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് എങ്ങനെ സെയിം ട്രീറ്റ്മെൻറ്റ്സ് അതിൻ്റെ റിസൾട്ടിൽ കോംപ്രമൈസ് ചെയ്യാണ്ട് ക്ലാസിക്കലായിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ കൊടുക്കാൻ പറ്റും. അത് എത്ര ഡേയ്സിൽ കൊടുക്കാൻ പറ്റും. ഇപ്പം നാട്ടിൽ പറഞ്ഞാൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റണം എന്നില്ല. അപ്പോൾ അത് അവർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കണ്ടീഷൻ, അതിന് ഇത്ര സെഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടും. അപ്പോൾ അവർ പറയാണ് ഇല്ല ഡോക്ടർ എനിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും റീ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓക്കെ ഇനി നിങ്ങളൊരു ഇത് പറയൂ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഷെഡ്യൂൾ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അല്ല പിന്നെ ഈ പറഞ്ഞാലും നമ്മളൊരു കണ്ടീഷനായിട്ട് വരുമ്പോൾ നമ്മൾ പറയും ഒരു 7 days ട്രീറ്റ്മെൻറ്റ് എങ്കിലും എടുക്കാൻ പറയുമ്പോൾ അയ്യോ അത്രയും സമയമില്ല, ഇതിൽ കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവരുടെ അടുത്ത് പലപ്പോഴും പറയുക. അപ്പോൾ എന്നാലും നമ്മൾ പേഷ്യൻസിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ കുറച്ചുകൂടെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നീട് എടുത്ത് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും. ഓക്കെ ഇനി ഒരു 10 ദിവസം ഞാൻ ലീവ് എടുത്താലും എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ഇത് വരാറുണ്ട്. പിന്നെ എന്താണെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിനോട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഥ്യങ്ങളും അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സും നമ്മളെല്ലാ ട്രഡീഷണൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ നമുക്ക് NHRA ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ ക്ലിനിക്കിൽ ചെയ്യാറുണ്ട്. അത് ഒരിക്കലും നമ്മൾ ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല, എല്ലാം അതേ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. സോ അത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ അവർക്ക് മാറാറുണ്ട്. ആയുർവേദം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ട്രൈ ഇറ്റ്. സിമ്പിൾ. അതെ അതെ, അത് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം ഒരിക്കലും നമുക്ക് അതിൻ്റെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആ മിസ്കൺസെപ്ഷൻസ് മാറ്റി കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിച്ച് വരാറുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ഹെർബൽ ടീ ഓർ ബ്ലാക്ക് കോഫി? ബോത്ത് എന്ന് പറയാൻ പറ്റും. ബോത്ത് എന്ന് പറയുന്നതായിരിക്കും ഞങ്ങളെ സംബന്ധിച്ച് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ബട്ട് ബ്ലാക്ക് കോഫി നോട്ട് ഇൻ എംപ്റ്റി സ്റ്റമക്ക്. എംപ്റ്റി സ്റ്റമക്കിൽ എടുക്കാണ്ടിരിക്കുന്നതാണ് സേഫ്. മസാജ് തെറാപ്പി ഓർ മെഡിറ്റേഷൻ? അതും അഗൈൻ ബോത്ത്. കാരണം മസാജ് ഫോർ ബോഡി ആൻഡ് മെഡിറ്റേഷൻ ഫോർ മൈൻഡ്. ഫേവറേറ്റ് ആയുർവേദിക് ഇൻഗ്രീഡിയൻറ്റ്? ഒരുപാടുണ്ട്. എനിക്ക് പെപ്പർ. പെപ്പർ. പറയാനാണെങ്കിൽ അംല, ഗൂസ്ബെറി, നമ്മുടെ നെല്ലിക്ക നെല്ലിക്ക നല്ലൊരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. ആരാണ് ഏറ്റവും പങ്ക്ച്വൽ? നിങ്ങളാരാണ്? ഞാനാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ലല്ലേ? അങ്ങനെയില്ല, നമ്മള് ഒരാളിപ്പോ കുറച്ചൊന്ന് ഡൈവേർട്ടായി പോയി കഴിഞ്ഞാലും ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ വേറെ ആൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. 50-50 എന്ന് പറയാം. രണ്ടുപേരും പങ്ക്ച്വലാണ്. ഇപ്പൊ കുഴപ്പമില്ല, സമാധാനമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോവാ. നിങ്ങളുടെ റിലേഷനെ പറ്റി ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്ത് പറയും? ഭയങ്കര ഫണ്ണാണ്. പിന്നെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സത്വ എന്ന് പറയാം. നിങ്ങളുടെ ഇൻസ്റ്റാ പേജും അങ്ങനെ വന്നതാണ് ആ പേര് ഇപ്പൊ പറഞ്ഞ പോലെ. നിങ്ങൾ രണ്ടുപേര് ഒരു വേർഡ് വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ, ഡോക്ടർ എന്ന് അങ്ങോട്ട് പറയും, ഡോക്ടർ എന്ന് ഇങ്ങോട്ട് പറയും. ആലോചിക്കേണ്ടിയിരിക്കുന്നു. കരുണ. ആരാണ് കരുണ? ഞാനോ? ഷീസ് കമ്പാഷനേറ്റ് ആക്ച്വലി. അപ്പോൾ പലപ്പോഴും എൻ്റെ സൈഡിൽ നിന്ന് പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്യാറുണ്ട്. അപ്പോൾ പറ്റാറുണ്ടല്ലോ നമ്മൾ സ്വാഭാവികമായി. വളരെ കമ്പാഷനേറ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് നിൽക്കാറ്. അടുത്ത് ഭയങ്കര എന്താ പറയണ്ടേ, കുറച്ച് പങ്ക്ച്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പങ്ക്ച്വൽ ആണ്. ഓക്കെ ഡിസൈഡഡ് ആണ്, യെസ് ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു ഡു. വരണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മൾ. ഓക്കെ സ്പോണ്ടേനിയസ് ആക്ഷൻ ഉണ്ട്, സ്പോണ്ടേനിറ്റി ആണ് ഭയങ്കരമായിട്ട്, അത് പറയാം. താങ്ക് യു സോ മച്ച്. ശരിക്കും നല്ല കുറേ ഇൻഫർമേഷൻസ് കിട്ടി, നല്ല ഫണ്ണായിരുന്നു. നിങ്ങളുടെ കഥകളും പ്രൊഫഷനും പേഴ്സണൽ ലൈഫും കാര്യങ്ങളും എല്ലാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Okay. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് us. Thank you so much. Thanks. Once upon a chat.